വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള ഒരിടം കൂടിയാണ് ശബരിമല. മല കയറുന്ന കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയിലെത്തി ശരക്കോലുകൾ സമർപ്പിക്കുന്ന ഒരു പതിവും ഉണ്ട്. എരിമേലിയിൽ പേട്ടതുള്ളി അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് കരിമല കടന്നെത്തുന്ന കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയിൽ ശരക്കോലുകൾ സമർപ്പിക്കുന്നത് ഒരു ആചാരമാണ്. മഹിഷി നിഗ്രഹവും ഉദയനൻ എന്ന കാട്ടുകള്ളനെയും വധിച്ച ശേഷം ശബരിമലയിലേക്കുള്ള യാത്രക്കിടയിൽ ശരംകുത്തിയിൽ അയ്യപ്പസ്വാമി ആയുധങ്ങൾ ഉപേക്ഷിച്ചുവെന്നാണ് വിശ്വാസം. ആയുധങ്ങൾ വെടിഞ്ഞ അയ്യപ്പസ്വാമിയും വാവരും പരിവാരങ്ങളും യോഗ്യമാരായാണ് സന്നിധാനത്തേക്ക് പോയതെന്നും പറയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായാണ് കന്നി അയ്യപ്പന്മാർ ശരക്കോലുകൾ ശരംകുത്തിയിൽ സമർപ്പിക്കപ്പെടുന്നത്. കോവിഡ് നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 2 വർഷവും തീർത്ഥാടകരെ നിയന്ത്രിച്ചു മാത്രമാണ് ഇതുവഴി കടത്തിവിട്ടത്. അപ്പോൾ 2 വഴി ആയതുകൊണ്ട് നമുക്ക് കന്നിസായിമാർക്ക് ആ വഴിയിലൂടെ വിടുകൊണ്ട് ശരം കുത്താൻ കഴിയില്ല. അപ്പോൾ ഇതിലധികം കന്നിസായിമാർ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസ്ക് എടുത്ത് ഈ വഴിയിലൂടെ ശരിക്കും തിരിച്ച് പ്രവേശനമില്ല, സമീപറോട് അപ്പുറത്തോട് പോകണം. പക്ഷെ ഞങ്ങൾ ശരം കുത്താൻ വേണ്ടി മാത്രം റിസ്ക് എടുത്ത് പോലീസുകാരെ അനുമതി കൂടെ ഇങ്ങനെ പോകുന്നതാണ്. Yeah. So this is for Kanneswamis. This is the first time we are taking this Diksha. So for Kanneswamis, we need to place this arrow. മകരവിളക്കിന് ശേഷവും സന്നിധാനത്തെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ആറാട്ടിന് മുന്നോടിയായും ശ്രീധർമ്മശാസ്താവിന്റെ എഴുന്നള്ളത്ത് ശരംകുത്തിയിലെത്തുക പതിവാണ്. നായാട്ടുവിളി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ശരംകുത്തിയിലാണ് നടത്തുക. തിരുവാഭരണ ഘോഷയാത്രയെയും തങ്ക്യാങ്കി ഘോഷയാത്രയും ദേവസ്വം ബോർഡ് അധികൃതരും അയ്യപ്പഭക്തരും സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതും ഇവിടെ നിന്നുമാണ്. തങ്ക്യാങ്കിയും തിരുവാഭരണങ്ങളും ഇറക്കി വെക്കുന്നതിനുള്ള പ്രത്യേക തറയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ശബരിമലയുടെ ആചാരങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ശരംകുത്തിയിൽ ശബരിമല ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന സ്വാമി ഭക്തർക്ക് മതിയായ സൗകര്യങ്ങളില്ല എന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനും അനന്തൂനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.